എല്ലാവർക്കും നമസ്കാരം. നീണ്ട കാത്തിരിപ്പിന് ശേഷം സബ്സ്ക്രിപ്ഷനായി തുറന്നുകൊടുത്ത NSDLന്റെ IPOയ്ക്ക് പ്രതീക്ഷിച്ച പോലെ തന്നെ വൻ സ്വീകരണമാണ് നിക്ഷേപകരിൽ നിന്ന് ലഭിച്ചത്. ഓഗസ്റ്റ് 1-ാം തീയതി ക്ലോസ് ചെയ്യുന്ന IPOയ്ക്ക് അപ്ലൈ ചെയ്തവർക്ക് ഓഗസ്റ്റ് 4-നോ അതിനു മുൻപോ ആണ് ഓഹരികൾ അലോട്ട് ചെയ്യുക. ഓഗസ്റ്റ് 6-ന് NSDLന്റെ ഓഹരികൾ BSE, NSE തുടങ്ങിയ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെടും. ഈ വീഡിയോയിൽ NSDL IPO കൊണ്ട് നേട്ടമുണ്ടാക്കാൻ പോകുന്ന 4 ബാങ്കിംഗ് സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡിന്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഏകദേശം 4000 കോടി രൂപയുടെ IPO അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡേഴ്സിന് അത്ഭുതകരമായ സമ്പത്താണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഈ OFSലൂടെ മുഖ്യ ഓഹരി ഉടമകൾക്ക് അവരുടെ യഥാർത്ഥ നിക്ഷേപത്തിൽ നിന്ന് ഏകദേശം 40,000% വരെ വരുമാനം നേടാൻ അരങ്ങൊരുങ്ങുന്നു. മുഖ്യ ഓഹരി ഉടമകളായ NSEയെ കൂടാതെ 4 ബാങ്കിംഗ് സ്റ്റോക്കുകൾക്കാണ് ഇതിൽ നിന്നുള്ള പ്രയോജനം ലഭിക്കുക. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. ഈ IPOയിലൂടെ നേട്ടമുണ്ടാക്കുന്ന ഒന്നാമത്തെ ബാങ്ക് IDBI ബാങ്ക് ആണ്. 2 രൂപയ്ക്ക് വാങ്ങിയ 2.22 കോടി ഓഹരികളാണ് IDBI ബാങ്കിന്റെ പക്കലുള്ളത്. ഓഹരികൾ സ്വന്തമാക്കുന്നതിനായി IDBI ബാങ്ക് ചെലവാക്കിയത് 4.44 കോടി രൂപയായിരുന്നെങ്കിൽ ഈ ഓഹരി വിൽപ്പനയിലൂടെ 1776 കോടി രൂപ IDBI ബാങ്കിലേക്ക് ഒഴുകിയെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഈ ഓഹരിയുടെ നിക്ഷേപത്തിന്മേൽ ഏകദേശം 39,900% ലാഭമാണ് IDBIക്ക് ലഭിക്കുക. ലിസ്റ്റിൽ രണ്ടാമതായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഈ IPOയിലൂടെ ഒരു ഓഹരി വെറും 2 രൂപയ്ക്ക് ഏറ്റെടുത്ത NSDLന്റെ 40 ലക്ഷം ഓഹരികൾ SBI വിൽക്കുന്നു. IPOയിലെ ഉയർന്ന പ്രൈസ് ബാൻഡായ 800 രൂപ നിരക്കിൽ ഓഹരി വിൽക്കുമ്പോൾ ഏകദേശം 80 ലക്ഷം രൂപയുടെ യഥാർത്ഥ നിക്ഷേപത്തിൽ നിന്ന് SBI 320 കോടി രൂപ വരുമാനം സൃഷ്ടിക്കും. 39,900% എന്ന വൻപൻ റിട്ടേൺ ആണ് SBIക്ക് ലഭിക്കുക. മൂന്നാമതായി 5 രൂപ 20 പൈസയ്ക്ക് 5 ലക്ഷം ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്ന യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഏകദേശം 15,000% റിട്ടേണോടെ വെറും 26 ലക്ഷം രൂപയുടെ നിക്ഷേപത്തിൽ നിന്ന് 40 കോടി രൂപ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ നേടും. അവസാനമായി HDFC ബാങ്ക് ആണ്. 108 രൂപ 29 പൈസ എന്ന കുറച്ചുയർന്ന വിലയ്ക്കാണ് NSDLന്റെ 20.1 ലക്ഷം ഓഹരികൾ HDFC സ്വന്തമാക്കിയതെങ്കിലും 217.6 കോടി രൂപയുടെ നിക്ഷേപത്തിൽ നിന്ന് ഏകദേശം 638% റിട്ടേണോടെ 139 കോടി രൂപയുടെ ഗണ്യമായ ലാഭമാണ് HDFCക്ക് ലഭിക്കുക. ഈ ബാങ്കുകൾ കൂടാതെ മറ്റൊരു ഓഹരി ഉടമയായ NSEക്കും ഈ ഓഹരി വിൽപ്പന മികച്ച വരുമാനം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ഓഹരിക്ക് ശരാശരി 12 രൂപ 28 പൈസ നിരക്കിൽ NSDLലെ 24% ഓഹരികൾ ഏറ്റെടുത്ത NSE 1.8 കോടി ഓഹരികൾ വിൽക്കുന്നതിലൂടെ 6,415% റിട്ടേണോടെ 1,418 കോടി രൂപ ലാഭം നേടും. NSEയെ കൂടാതെ സർക്കാർ ഉടമസ്ഥതയിലുള്ള യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയും ഈ IPO വഴി മികച്ച വരുമാനം നേടുന്നു. 2 രൂപയ്ക്ക് വാങ്ങിയ 34.15 ലക്ഷം ഓഹരികൾ വിറ്റഴിക്കുന്നതിലൂടെ 68.3 ലക്ഷം രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിൽ നിന്ന് 273.2 കോടി രൂപ SUUTI സമാഹരിക്കാൻ പോകുന്നു. ചുരുക്കത്തിൽ ജൂലൈ 30-ന് പൊതു സബ്സ്ക്രിപ്ഷനായി തുറന്ന് ഓഗസ്റ്റ് 1-ന് അവസാനിച്ച മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഭീമനായ NSDLന്റെ IPO നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് വർഷങ്ങളുടെ ക്ഷമാപൂർവമായ മൂലധന നിക്ഷേപത്തിൽ നിന്ന് പണം സമ്പാദിക്കുന്ന ഒരു മികച്ച ഓഫർ ഫോർ സെയിൽ ആവുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്നിരുന്നാലും NSDL അതിന്റെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ പ്രധാന ഓഹരി ഉടമകളായ IDBI ബാങ്ക് ലിമിറ്റഡും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡും നിലവിൽ തങ്ങളുടെ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ യഥാക്രമം 26.1%-വും 24% കൈവശം വെച്ചിട്ടുണ്ട്. ഇത് പരമാവധി അനുവദനീയമായ 15% എന്ന പരിധിയേക്കാൾ കൂടുതലാണ്. അതിനാൽ സെബി D&P നിയന്ത്രണങ്ങൾ പ്രകാരം നിർദ്ദേശിച്ചിരിക്കുന്ന ആവശ്യകതകൾ പാലിക്കുന്നതിന് IDBI ബാങ്ക് ലിമിറ്റഡും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡും തങ്ങളുടെ കമ്പനിയിൽ അവരുടെ ഓഹരി പങ്കാളിത്തം നിർബന്ധമായും കുറയ്ക്കേണ്ടതുണ്ട് എന്നാണ്. NSDLന്റെ ആദ്യകാലങ്ങളിൽ അതിനെ പിന്തുണച്ചിരുന്ന ഒന്നിലധികം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡേഴ്സിന് ഈ നിയന്ത്രണ ഉത്തരവിലൂടെ വരുമാനത്തിന്റെ ഒരു നിധിയാണ് ലഭിക്കുക.
മൊത്തത്തിൽ IPO NSDLൽ നിക്ഷേപിക്കാനുള്ള ഒരു അവസരം മാത്രമല്ല, ചലനാത്മകമായ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ അതിൻ്റെ പ്രധാന നെടുംതൂണുകളായ ബാങ്കുകൾക്കും വളർച്ചയ്ക്കും പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും ഒരു ഉത്തേജകമാവുകയാണ്. എന്നിരുന്നാലും നിക്ഷേപകർ ജാഗ്രത പാലിക്കുകയും സമഗ്രമായ ഗവേഷണം നടത്തുകയും വ്യവസായ പ്രവണതകളെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയും വേണം. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.